ഇനി പാലക്കാടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആലത്തൂർ പത്തനാപുരത്ത് നടപ്പാലം തകർന്നു വീണു. 1500 കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് ഇങ്ങനെ തകർന്നിരിക്കുന്നത്. ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഗൂഗിൾ, ആളുകൾക്ക് ആശ്രയമായിരുന്ന ഒരു നടപ്പാലം, താൽക്കാലിക പാലമാണ് ഇപ്പോൾ തകരുന്നത്. കനത്ത മഴയാണോ, വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ടോ, കുത്തൊഴുക്കുണ്ടോ ജലാശയങ്ങളിൽ? ആലത്തൂർ ഭാഗത്ത് പത്തനാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ 1500 കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന ഒരു പാലമാണ് തകർന്നു വീണത്. ഇവിടെ ഒരു പാലം, ശാശ്വതമായിട്ട് നല്ല പാലം പണിയുന്നുണ്ട്. പക്ഷെ അതിന്റെ മുന്നോടിയായി ഒരു താൽക്കാലിക പാലം കൂടി പണിതിരുന്നു. ഇരുമ്പ് വച്ചുള്ള ഒരു താൽക്കാലിക പാലമാണ് പണിതത്. പക്ഷേ രാവിലെ ആലത്തൂർ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ വെള്ളം ഉയരുകയും ആ വെള്ളം ഉയർന്ന് അത് വന്നപ്പോൾ പാലത്തെ മറികടക്കുന്ന രീതിയിലേക്ക് വെള്ളം എത്തുകയും ചെയ്തു. അതിനിടയിൽ ഈ പറയുന്ന ഇരുമ്പ് പാലത്തിന്റെ വശങ്ങൾ പൊട്ടി വീഴുകയാണ് ഉണ്ടായത്. ആരും പാലത്തിൽ ആ സമയം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളോ അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 1500 കുടുംബങ്ങൾക്ക് ആശ്രയമായ പാലമാണ് ഈ ഒരു മഴയിൽ അല്ലെങ്കിൽ ഈ ഒരു വെള്ളം ഭാരതപ്പുഴയിൽ വരുന്നതിനെ തുടർന്ന് പൊളിഞ്ഞത്. സ്വാഭാവികമായും അവർക്ക് ഇനി കിലോമീറ്ററുകളോളം ചുറ്റി വേണം ആലത്തൂരിലെത്താൻ. ശരി, ഗൂഗിളാണ് അവിടുത്തെ നടപ്പാലം സംബന്ധിച്ച് തകർച്ച നേരിട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നല്ല മഴയുണ്ട്, നെയ്യാറ്റിൻകരയിൽ നല്ല മഴയുണ്ട് എന്നൊരു പ്രേക്ഷകൻ ഗൂഗിൾ കൃഷ്ണ അറിയിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ പൊതുവേ ഇന്നിപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് കാലാവസ്ഥാ അപ്ഡേറ്റിൽ തിരുവനന്തപുരത്ത് കനത്ത മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. പുതിയ അപ്ഡേറ്റ് വരും ഉടൻ തന്നെ. അതിനനുസരിച്ച് ജില്ലകളിലൊക്കെ തന്നെ വിശദാംശങ്ങൾ മാറിയേക്കാം. കനത്ത ജാഗ്രത ആളുകൾ പാലിച്ചേ മതിയാകൂ. തൃശ്ശൂരിലും നല്ല മഴയുണ്ട് എന്ന് പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലും നേരത്തെ മണ്ണിടിച്ചിൽ ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ്. അവിടെയൊക്കെ മലയോര മേഖലയിലുള്ള ആളുകൾ തികച്ചും ജാഗ്രത പാലിക്കണം. അവിടെ ജില്ലാ ഭരണകൂടം കൃത്യമായി തന്നെ ഇടപെടൽ നടത്തി പുതിയ അപ്ഡേറ്റ് ആളുകളിലേക്ക് എത്തിക്കണം. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീഴുന്ന സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ ഒരു സംഭവം നമ്മുടെ മുന്നിൽ ഉണ്ടായതാണ്. അത് ഒരു ജീവൻ കവർന്നതാണ്. കാറിൽ സഞ്ചരിച്ച ആളുകൾക്ക് മേലാണ് വലിയ മരം കടപുഴകി വീണത്. അതുകൊണ്ട് മഴക്കാലമാകുമ്പോൾ ഇത്തരത്തിൽ കാലപ്പഴക്കമുള്ള മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീണേക്കാം. അത് മുൻകൂട്ടി കണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുവഴിയുള്ള യാത്രകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒഴിവാക്കണം. നമ്മൾ തന്നെ ജാഗ്രത പാലിക്കണം. അങ്ങനെ എന്തെങ്കിലും മരങ്ങൾ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഫയർഫോഴ്സിനെയൊക്കെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. അതുകൂടി നമ്മൾ നിർവഹിക്കണം. കൊല്ലം വള്ളിക്കാവിൽ ശക്തമായ മഴയാണ്. നാളെ സ്കൂൾ അവധിയാണോ എന്നൊരു ബാബു എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. കൊല്ലത്തെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു വാർത്ത ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടം എന്തായാലും സ്ഥിതി വിലയിരുത്തട്ടെ. ഇത്തരത്തിൽ അവധികളൊക്കെ സാധാരണ വൈകിട്ടോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിക്കാറുള്ളത്. ജില്ലാ കളക്ടർമാരുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് വരണം. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. കൊല്ലത്തെ സംബന്ധിച്ചോളം പറയേണ്ടത് വലിയ തീവ്ര മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് അപ്ഡേറ്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പുതിയ അപ്ഡേറ്റ് അനുസരിച്ചൊക്കെ കാലാവസ്ഥയിൽ മാറ്റമുണ്ടോ എന്ന് നമുക്ക് അല്പസമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോ ജില്ലകളിലുമുള്ള ആളുകൾ ഓരോരുത്തരും തന്നെ ജലനിരപ്പ് ഉയരുന്നത് മുൻകൂട്ടി മനസ്സിലാക്കണം. കാനകളൊക്കെ നിറഞ്ഞു കവിഞ്ഞേക്കാം. റോഡുകളിൽ കൂടെ പോകുന്നവർ വലിയ കുഴികളൊക്കെ രൂപപ്പെട്ട് നേരത്തെ തന്നെ കുഴി ഉള്ള പാതകളാണ്. അവിടെയൊക്കെ വെള്ളം നിറയാം. ഇരുചക്ര വാഹന യാത്രക്കാർ സൂക്ഷിക്കണം. ആ കുഴിയിലേക്ക് അകപ്പെട്ട് വാഹനങ്ങൾ സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ മുൻകൂട്ടി കാണണം. ചെറിയ മഴയെപ്പോലും നമ്മൾ അതിൻ്റെ ജാഗ്രത ഉൾക്കൊണ്ട് കണ്ട് തന്നെ നമ്മൾ സമീപിക്കണം. നമ്മുടെ റോഡിൻ്റെ സ്ഥിതി അതിദയനീയമാണ്, പരമദയനീയമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അത് ജാഗ്രതയോടുകൂടി ശ്രമിക്കണം. ഈ ഡാമിൻ്റെ സ്ഥിതികൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. ഡാമുകളൊക്കെ തന്നെ പലയിടത്തും ജലനിരപ്പ് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തതോടുകൂടി ഉയരാൻ സാധ്യതയുണ്ട്. ഡാമുകളിലൊക്കെ തന്നെ പല ഇടങ്ങളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്.